ഹലോ, നുന്നൂസ് മംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കട്ട്ലേറ്റ് നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ, ഓൾ എന്നുള്ള ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അതും 428 ഗ്രാംസ് ആണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പിടാം. അപ്പം ആവശ്യമായ ഉപ്പിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ ഇവിടെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇച്ചിരി ടീസ്പൂൺ ഗരം മസാല പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. അപ്പം വെള്ളം കൂടുതലാവല്ല്, ഓൾറെഡി ചിക്കനിൽ വെള്ളമുണ്ട്. ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് വെള്ളം വെറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് 3 വിസിലാണ് വേണ്ടത്. ആദ്യത്തെ ഹൈ ഫ്ലെയിം, ലോ ഫ്ലെയിമിൽ 2 വിസിൽ. ചിക്കൻ റെഡിയാവുന്ന മുമ്പ് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം. അപ്പം ഞാനിവിടെ അലൂമിനിയമിന്റെ കടായിയാണ് ഇട്ടേക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് നമുക്ക് ഒരു 1 മീഡിയം സൈസ് സവാള ഇടണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ആവശ്യത്തിനായ കരിയാപ്പില ഇടണം. എന്നിട്ട് നമുക്ക് അതിലോട്ട് 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ സവാളയും പച്ചമുളകും കരിയാപ്പിലയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അപ്പൊ അത് നന്നായിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, കരിയാപ്പില, പച്ചമുളക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം, ടീസ്പൂൺ മുളക് പൊടി ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലേലും സാരമില്ല. അപ്പൊ എനിക്ക് കുറച്ച് കളർ വേണം, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ വെറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ചിക്കൻ ഞാൻ കുറച്ച് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ തവി കൊണ്ട് ജസ്റ്റ് ഞാൻ പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. നമുക്ക് ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ ജാറിലിട്ട്. അപ്പം ഞാനിത് ചൂടാറിയതിന് ശേഷമായിരിക്കും പൊടിച്ചെടുക്കുന്നത്. അധികം പൊടിയും ആവല്ല്, എന്നാ വെച്ചാൽ കുറച്ച് തരിയും വേണം. അപ്പോൾ പൊടിച്ചെടുത്ത ചിക്കൻ ഞാൻ ഇനി മസാലയിലോട്ട് ഇടാൻ പോവുകയാണ്, വഴറ്റി വച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ അധികം ഓവറായിട്ട് പൊടിച്ചിട്ടില്ല, എന്നാൽ പൊടിച്ചിട്ടുമുണ്ട്, കുറച്ച് തരികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ്, ഉരുളൻകിഴങ്ങ്. അത് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 മീഡിയം സൈസ് എടുത്തത്. അതിൻ്റെ തൊലിയൊക്കെ ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ചിക്കനും മസാലയിലോട്ടും മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഗരം മസാലപ്പൊടി ഇടാം. ഞാൻ ഇവിടെ എല്ലാം ടീസ്പൂൺ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോയും അതേപോലെ ചിക്കനും ചിക്കൻ്റെ മസാലയും എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നെടുത്ത് ബോളാക്കിയിട്ട് കൈപ്പത്തി വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പ് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നും ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിൽ വെക്കാം. അങ്ങനെ ഇവിടെ കട്ട്ലറ്റിന് വേണ്ട ഷേപ്പ് റെഡി ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി നമുക്കിവിടെ ഒരു പാൻ വെക്കണം. പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കിനി ഓരോ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് നമുക്കിനി മുട്ടയിലേക്ക് മുക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 മുട്ടയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇനി മുക്കണം. മുക്കിയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ റസ്കിന്റെ പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ ബ്രിട്ടാനിയയുടെ റസ്കിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏത് റസ്കിന്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് മിക്സി ജാറിലേക്കൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമുക്ക് ഓരോന്നും മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് റസ്കിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതും മീഡിയം ഫ്ലെയിമിൽ. താഴെ നിന്ന് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് അപ്പുറവും ഇപ്പുറവും ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. കാരണം ഓൾറെഡി എല്ലാം വെന്തതാണല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കി അപ്പുറം ഇപ്പുറം മുരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നെടുത്ത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യണം. ഈ കട്ട്ലറ്റ് നിങ്ങൾക്ക് കേർഡ് സലാഡിൻ്റെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം. ഇറ്റ്സ് മീ നുന്നൂസ് മോം സൈനിങ് ഓഫ്. ബൈ ബൈ.